Dear students, നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേവ്സ് എന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നമ്മൾ ആദ്യ 2 വീഡിയോകളിലായിട്ട് അറൗണ്ട് 32 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ടോട്ടലായിട്ട് കഴിഞ്ഞ 33 വർഷമായിട്ട് 82 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേവ്സിലെന്ന് മിനിമം നമുക്ക് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയയാണ് ആദ്യത്തെ 2 പ്രധാനപ്പെട്ട സെക്ഷനുകൾ. സോ വി ക്യാൻ മൂവ് വിത്ത് the next very important question, number 33. The transverse wave represented by the equation 4 sin pi by 6 sin 3x minus 15t. ഈ ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോഗ്രസീവ് വേവ് തീരുമാനിക്കുന്നത് ആർഗ്യുമെൻ്റ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു സൈൻ കൂടെ തന്നിട്ടുണ്ട്. അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ റോങ് ആകും എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 4 എന്ന്. പക്ഷേ അങ്ങനെയല്ല. അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് we can write it to be 4 sin pi by 6. So it becomes sin 30. That means we can write it to be sin pi by 6 as 1 by 2 sin 30. So you get the value as 2. So that is not the answer. അപ്പോൾ അടുത്ത് നമുക്ക് വേവ് ലെങ്ത്, സ്പീഡ്, പീരീഡ് ഇവയൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എടുത്താൽ നമുക്കറിയാം കെ എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോൾ കെ എന്ന് പറയുന്നത് ഇവിടെ 3 എന്നാണ്. ദാറ്റ് ഈസ് 2 പൈ ബൈ ലാംഡ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 2 പൈ ബൈ 3 ആണ്. പക്ഷെ നമ്മുടെ ചോയ്സസ് തന്നിരിക്കുന്നത് 4 പൈ ബൈ 3 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അത് നമുക്ക് ഈസിയോടെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഒമേഗയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പൈ എഫ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം അത് 2 പൈ ബൈ ടൈം പീരീഡ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 15. സോ അങ്ങനെ വരുന്ന സമയത്ത് ദ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 15. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ അതും നമുക്ക് ആൻസർ അല്ല. ദെൻ വാട്ട് അബൌട്ട് ദ സ്പീഡ്? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഈ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഒമേഗ ബൈ കെ. ഈ ഒമേഗ എന്ന് പറയുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 15, ദ ഡിവിഷൻ ബൈ ദാറ്റ് കെ ആസ് 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് എ സി ചോയ്സ്. So we can move with the question number 34. When sound waves travel from air to water, which of the following remains constant? അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം ഒരു വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എലിമെൻ്റായിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ അത് ഏത് മീഡിയത്തിലേക്ക് കടന്നാലും ഇറ്റ്സ് ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് വി ബൈ ലാംഡയാണ്. അപ്പോൾ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് ഏത് മീഡിയത്തിലും നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ വെലോസിറ്റിയും അതോടൊപ്പം വേവ് ലെങ്തും വ്യത്യാസപ്പെടുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ സി എസ് ദി ആൻസർ. ഇക്വേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ് ദാറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 4 സൈൻ പൈ ടി ബൈ 5 മൈനസ് എക്സ് ബൈ 9 പ്ലസ് പൈ ബൈ 6. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ നമുക്ക് പല കേസസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് 1/1 ആയിട്ട് ആദ്യം സ്പീഡാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് മറക്കരുത്, ഒമേഗ ബൈ കെ ആണ്. സോ ഇവിടെ ഒമേഗ ആയിട്ട് ഈ പൈ ഉള്ള കാര്യം മറന്നു പോകരുത്. സോ പൈ ബൈ 5 ആൻഡ് കെ ഇസ് വാട്ട്? പൈ ബൈ 9. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ബൈ 5. സോ അങ്ങനെ വരുമ്പോൾ ആ വാല്യൂ 5 cm/s അല്ല എന്ന് നമുക്ക് മനസ്സിലായി.
നമുക്ക് അടുത്ത വേവ് ലെന്ത് കണ്ടുപിടിക്കാം. കെ ആണ് നമുക്ക് തരുന്നതെന്ന് അറിയാം. ഇവിടെ കെയുടെ വാല്യൂ പൈ മറന്നു പോകരുത്. ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് പൈ ബൈ 9. അപ്പോൾ 2 പൈ ബൈ ലാംഡ ഈക്വൽ ടു പൈ ബൈ 9. So pi by cancel and we get the value for lambda is equal to 9 into 2, that is equal to 18 centimeter, and we can say as B as the answer for the problem. അതേപോലെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്, that is 4 centimeter actually. അപ്പോൾ 4 into 10 raised to so amplitude amplitude is 4 centimeter നമുക്ക് പറയാം, പക്ഷേ ഇവിടെ 0.04 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. സോ ബി എസ് ദി ആൻസർ ഹിയർ. നമ്പർ 36. The velocity of sound in any gas depends upon. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം, നമ്മുടെ ലാപ്ലസ് കറക്ഷൻ ഉൾപ്പെടെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഗാമ ദാറ്റ് പ്രഷർ ഡിവിഷൻ ബൈ ഡെൻസിറ്റി, or we can say that is equal to that elasticity division by density. So that is the very important concept. അപ്പോൾ അങ്ങനെ വരുമ്പോൾ we can say density and elasticity of the gas. So B is the answer. And we can move with the question number 37. In a guitar, two strings A and B made of the same material are slightly out of tune and produce beats of frequency 6. Beat frequency is 6 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, അവ തമ്മിലുള്ള ഫ്രീക്വൻസി NA മൈനസ് NB എന്ന് പറയുന്നത് 6 ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ഡിഫറൻസ് ആകുമ്പോൾ ഉറപ്പായിട്ടും അത് NB ഗ്രേറ്റർ ദാൻ ആകാനും സാധ്യതയുണ്ട്. സോ ഈക്വൽ ടു 6 ആണ്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള റിലേഷൻ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുക, നമുക്ക് ഉത്തരവുമാകും. വെൻ ടെൻഷൻ ഇൻ ബി ഈസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്. അപ്പോൾ നമുക്ക് സാധാരണ രൂപത്തിൽ ഒരു സ്ട്രിങ് ബേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് is 1/2L into ദാറ്റ് വെലോസിറ്റി ഈസ് റൂട്ട് T/μ എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടെൻഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ടെൻഷൻ ഓഫ് ബി ഈസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി ഓഫ് ബി ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ എന്ത് പറയുന്നു, ദാറ്റ് ബീറ്റ് ഫ്രീക്വൻസി ഇൻക്രീസസ് ടു 7 Hz. അപ്പോൾ നമുക്ക് NP കുറയുമ്പോൾ ബീറ്റ് ഫ്രീക്വൻസി കൂടുന്ന ഇക്വേഷൻ നമുക്ക് സെലക്ട് ചെയ്യണം. The frequency of A is given, then the B is we needed to find it. That is the concept. So tension of that B decreases and hence we can surely say എന്ത് പറയാം, frequency of B decreases. അപ്പോൾ B കുറയുമ്പോൾ beat frequency കൂടണം. So we can take that first concept as the NA minus NP is equal to, that is the correct step. അപ്പോൾ ഇത് റോങ് ആയിട്ട് മാറി. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആ റിലേഷനിലേക്ക് in order to find the value of B, so NB is equal to NA minus 6. So that is equal to NA, it is given as what, 530. So 530 minus 6 is equal to 524 Hz. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ആ ഒരു പ്രൊസീജിയർ ഓർത്തു വെക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 38. A tuning fork with the frequency 800 Hz produces resonance in a resonance column experiment with upper end open and lower end closed by water surface. Successive resonance are observed at length 9.75 cm, 31.25 cm, 52.75 cm. The speed of sound in air is. അപ്പോൾ നമ്മുടെ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് റെസൊനേറ്റിംഗ് ലെങ്ത്തുകളാണ് L1 L2 എങ്കിൽ നമുക്ക് സ്പീഡ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2n into that L2 minus L1 or L3 minus L2 or L4 minus L3. That is equal to 2 into that frequency, it is given as 800 into that adjacent ആയിട്ടുള്ളത് 31.25 minus 9.75. ഓർക്കണേ, ഇറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ. സോ നമുക്കത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം.
On solving, we get the answer as 344 meter per second. So we can move with the question number 39. A tuning fork is used to produce a resonance in a glass tube. The length of air column in this tube can be adjusted by a variable piston. At room temperature 27 degrees Celsius, two successive resonances are produced at 20 centimeter and 73 centimeter of column of length. If the frequency of the tuning fork is 320, the velocity of sound in air at 27 degrees Celsius. നമുക്ക് റെസൊനേറ്റിംഗ് ലെങ്തുമായിട്ട് സ്പീഡ് കണ്ടുപിടിക്കുന്ന റിലേഷൻ നമുക്കറിയാം. Again we know it is equal to 2n into that ഏറ്റവും അഡ്ജസൻ്റ് ആയിട്ടുള്ള റെസൊനേറ്റിംഗ് ലെങ്ത്. സോ നമുക്കിവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 320 ആയിട്ടാണ് തന്നിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 73 minus 20, that much into 10 to the power of minus 2. That is equal to 640 into that 53 into 10 to the power of minus 2. On solving, we get the answer 339.2 meter per second, and hence we can take the second choice. We can move with the question number 40. The fundamental frequency in an open organ pipe, that is equal to the third harmonic of a closed organ pipe. If the length of the closed organ pipe is 20 centimeter, the length of the open organ pipe is. അപ്പോൾ ഇവിടെ that fundamental frequency of open എന്ന് പറയുന്നത് it is equal to third harmonic of closed one. So V division by 4L. That is നമുക്കൊരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം, that is nothing but equal to V division by 2 times of the length. So that is, ഇത് ഓപ്പണിൻ്റെ കേസാണ് നമുക്കറിയാം, ഇത് തേർഡ് ഹാർമോണിക് ഓഫ് ദ ക്ലോസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെന്നും ഓർക്കാം. അപ്പോൾ അതിനകത്ത് വി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദിസ് വൺ ബിക്കം 2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഓപ്പൺ. അപ്പോൾ L1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ L1 എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി 2 ഇൻറ്റു ദാറ്റ് L ക്ലോസ്ഡ് ഇൻറ്റു ലെങ്ത് ഡിവിഷൻ ബൈ 3. അപ്പോൾ ക്ലോസ്ഡ് ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 20 സെൻറ്റിമീറ്റർ, ദ ഡിവിഷൻ ബൈ 3, 40 by 3, as we can say 13.2 centimeter. That means A is the answer. അപ്പോൾ ഈ റിലേഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 41. The two nearest harmonics of a tube closed at one end and open at other end are 220 Hz and 260 Hz. Then what is the fundamental frequency of the system? അപ്പോൾ വൺ എൻഡ് ആൻഡ് ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ഇറ്റ് ദ അതർ എൻഡ് എന്നാണ് സിറ്റുവേഷൻ പറയാം. അപ്പോൾ അതിൽ നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള, അപ്പം നമുക്കറിയാം ഓഡ് ഹാർമോണിക്സ് മാത്രമേ നമ്മുടെ ഒരു എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളതിൽ പോസിബിൾ ഉള്ളൂ. അതിന് പകരം രണ്ട് ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാ ഹാർമോണിക്സും അവിടെ പോസിബിൾ ആകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക്സ് നമുക്ക് എൻ എന്ന് നമുക്ക് കൺസിഡർ ചെയ്താൽ, അപ്പോൾ ദാറ്റ് ഈസ് ഗിവൺ, അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഏതും ആയിക്കോട്ടെ, ആദ്യത്തെ നമുക്ക് എൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ എൻ ആണ് നമുക്ക് 220 ഹെഡ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ എൻ നമ്പർ ആണെങ്കിൽ എൻ എഫ് ഫണ്ടമെൻ്റൽ ആണ് 220. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് എത്രയാണ്? അപ്പോൾ ഓട് വരുമ്പോൾ നമുക്ക് എൻ ഇപ്പോൾ 3 ആണെങ്കിൽ അടുത്ത് പോസിബിൾ ആകുന്നത് 5 ആയിരിക്കും അല്ലേ, അല്ലെ 5 ആണ് എന്നെങ്കിൽ 7 ആണ് മാത്രമേ പോസിബിൾ ആകൂ. അപ്പോൾ ആ എന്നിനെ നമുക്ക് n+2 ആയിട്ട് നമുക്ക് എടുക്കാം, നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ളത്. സോ n+n f0 ഈക്വൽ ടു 260 ഹെഡ്സ് ആയിട്ട് നമുക്ക് പറയാം. ഈ രണ്ട് ഡീറ്റെയിൽസുമാണ് നമുക്ക് തന്നിരിക്കാം. നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ n/n+2 എന്ന് പറയുന്നത് 220 by 260, that is equal to 11/13. ഒന്ന് ക്രോസ് ചെയ്താൽ 13n is equal to, that is 11 into n plus 22, that is equal to 2n equal to 22, that is n is equal to 11. അപ്പോൾ n കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയിലേക്ക് വരാൻ എളുപ്പമായി അല്ലേ. അപ്പോൾ f0 എന്ന് പറയുന്നത്
220 division by 11. That is equal to 20 hertz. So that is important. So we get the answer as A. So we can move with the question number 42. An air column closed at one end and open at other resonates with the tuning fork where the smallest length of the column is given as is equal to 50 centimeter. The next larger length of the column resonating with the same tuning fork. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യം നെക്സ്റ്റ് റെസൊനേറ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ വളരെ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 times ഓഫ് ദ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ 150 അതിനേക്കാൾ ഒരു അല്പ വ്യത്യാസം ഉണ്ടാവും. സോ അതിനടുത്ത് മറ്റ് ആൻസേഴ്സ് ഇല്ലാത്തത് കൊണ്ട് വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 43. A uniform rope of length L and mass M hangs vertically from a rigid support. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിന് ഒരു മാസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് M1. A block of mass M2 is attached to the free end of the rope. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു മാസ് കൂടെ നമ്മൾ കൊടുക്കുന്നു. A transverse pulse of wavelength lambda 1 is produced at the lower end. So ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള wavelength lambda 1 ആണെങ്കിൽ the wavelength of the pulse when it reaches the top of the rope is lambda 2. Then we need to find what is the lambda 2 by lambda 1. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പോയിന്റ് വരേണ്ടത്, നമുക്കറിയാം വെലോസിറ്റി, അതിന് അതേപോലെ വേവ് ലെന്ത്, ഇവയെല്ലാം നമുക്ക് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടികളുമായിട്ട് ഡിപ്പെൻഡബിളാണ്. അതിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോഴുള്ള ഫ്രീക്വൻസി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഡിവിഷൻ ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം മുകളിലുള്ളതിന് നമുക്ക് V2 ഡിവിഷൻ ബൈ ലാംഡ 2 എന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വെലോസിറ്റിയുടെ റിലേഷൻ വരേണ്ടത്. അത് ടെൻഷൻ ഡിവിഷൻ ബൈ ദാറ്റ് മ്യൂ ആയിട്ട് നമുക്ക് പറയാം, ദ ഡിവിഷൻ ബൈ ലാംഡ 1. ആൻഡ് രണ്ടാമത്തെ കേസ് നമുക്ക് T2 ഡിവിഷൻ ബൈ മ്യൂ, ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ ലാംഡ 2. അപ്പോൾ അതിനകത്ത് മ്യൂ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസലായി കൊടുത്താൽ റൂട്ട് T1 ആണ്. T1 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കൊടുക്കുന്ന ടെൻഷനാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ രണ്ട് കോൺട്രിബ്യൂഷൻ, നമ്മുടെ ലോവർ പോയിന്റ് വരുമ്പോൾ അവന് ടെൻഷൻ കൊടുക്കുന്നത് M2 എന്ന് പറയുന്ന മാസ് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ടെൻഷന് പകരം നമുക്ക് എങ്ങനെ എടുക്കാം, റൂട്ട് M2 ഡിവിഷൻ ബൈ ലാംഡ 1. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു, അപ്പോൾ രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഹയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് കൂടെ ആഡപ്പ് ചെയ്യാണ് ടെൻഷൻ. സോ നമുക്കവിടെ M1 പ്ലസ് M2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ബൈ 2. സോ ഇത് ബേസ് ചെയ്തിട്ട് വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ വാല്യൂ ഫോർ ലാംഡ 2 ഇസ് ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ് M1 പ്ലസ് M2, ദാറ്റ് ഡിവിഷൻ ബൈ M2, ആൻഡ് വി ഗെറ്റ് ദ ആൻസർ as the second choice. We can move with the question number 44. The fundamental frequency of a closed organ pipe of length 20 centimeter that is equal to the second overtone of an organ open pipe open at both the ends. The length of organ pipe open at both the ends is. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ സെക്കൻഡ്. അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, V ഡിവിഷൻ ബൈ 4 ഇൻറ്റു L, ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഓവർടോൺ. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു തേർഡ് ഹാർമോണിക് ഓഫ് ഓർഗൻ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് ദ എൻഡ്സ്. അപ്പോൾ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഇൻറ്റു V ഡിവിഷൻ ബൈ 2L ആണ്. ഇത് നമുക്ക് L1 എന്നിരുന്നോട്ടെ, ഇത് L2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ദ ലെങ്ത് ഓഫ് ദി ഓർഗൻ പൈപ്പ്, ദാറ്റ് ഈസ് L2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഇവിടെ ക്യാൻസലായി പോയി. നമുക്ക് ഇവനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ L2 എന്ന് പറയുന്നത് 3 ഇൻറ്റു 2, ദാറ്റ് ഈസ്
6 3 into 2 into that much L1. അപ്പോൾ ഇവിടെ പറയുന്നത് L1 എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ as the answer. B as the choice. We can move with the question number 45. A string is stretched between two fixed points separated by 75 centimeter. 75 centimeter. It is observed to have a resonance frequencies of 420 and 315. There are no other resonant frequencies between these two. The lowest resonated frequency for the string is. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ എൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇപ്പോഴും തന്നിരിക്കുന്ന 315ൻ്റെ എൻ ടൈംസ് ഓഫ് ദാറ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ എടുത്താൽ. സോ എൻ F0 ആണ് 350 ആയിട്ട് തന്നിരിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ കേസ് അതിൻ്റെ തൊട്ടടുത്തതാണ്. ഒരു സ്ട്രിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തതിനെ നമുക്ക് n+1 into F0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് വാല്യൂ ഈസ് ഗിവൻ ആസ് 420. അപ്പോൾ n+1 എന്ന് നമ്മളോട് പറയുന്നത് it is equal to 315 division by 420. So നമുക്കതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ so we get the value as is equal to that n is equal to 3. That is important. ആ n നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F0 എന്ന് പറയുന്നത് 315/3 ആയിട്ട് നമുക്ക് കിട്ടും. That is we get the answer as C choice. So 105 hertz. We can move with the question number 46. If N1, N2, N3 are the fundamental frequencies of three segments into which a string is divided. അപ്പോൾ ഒരു സ്ട്രിങ്ങിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു എന്നിരിക്കട്ടെ. യെസ്. അപ്പോൾ അതിൻ്റെ ലെങ്തുകൾ നമുക്ക് L1, L2, L3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Then the original fundamental frequency n of the string. അപ്പോൾ ടോട്ടൽ കൺസെപ്റ്റിൽ n ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് L1 + L2 + L3 ആയിട്ട് എടുത്താൽ സാധാരണ നമ്മുടെ ഫ്രീക്വൻസിയുടെ റിലേഷൻ നമുക്കറിയാം. n എന്ന് പറയുന്നത് 1/12 in the root of T/m ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഉറപ്പിച്ച് നമുക്ക് പറയാം n എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/, ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈ n into L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് നമുക്ക് k ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെങ്ത്തിന് പകരമായിട്ട് k/n ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ n എന്ന് പറയുന്നത് വി ക്യാൻ സേ ഫോർ ദ ടോട്ടൽ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ അത് നമുക്ക് k/n ആയിട്ട് എടുക്കാം. അപ്പോൾ ഫോർ ദ L1 ലെങ്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? k ഡിവിഷൻ ബൈ അതിൻ്റെ ഫ്രീക്വൻസി N1. L2 എന്തായിട്ട് നമുക്ക് എടുക്കാം? k/n2. L3 k ഡിവിഷൻ ബൈ n3. അങ്ങനെ വരുമ്പോൾ 1/n എന്ന് പറയുന്നത് 1/n1 + 1/n2 + 1/n3. So that is the concept. So we get the answer as the first choice. We can move with the next one as 47. The number of possible natural oscillation of air column in a pipe closed at one end of length 85 cm whose frequencies lie between 1250 Hz are. അപ്പോൾ അതിന് പോസിബിൾ ആകുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ നമുക്കറിയാം V ഡിവിഷൻ ബൈ ദാറ്റ് ഈസ് 4L. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി നമുക്കറിയാം 340 ആണ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 0.85 ആണ്. സോ നമുക്ക് 100 ഹെർട്സ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് ഫണ്ടമെൻ്റൽ ആണെങ്കിൽ തൊട്ടടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ദ ക്ലോസ്ഡ് വൺ ആക്ച്വലി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 100 കഴിഞ്ഞാൽ എത്ര വരും? 300 വരും, ദെൻ 500 വരും, ദെൻ 700 വരും, ദെൻ 900 വരും, ദെൻ 1100 പറ്റും. അപ്പോൾ നമുക്ക് മാക്സിമം വരേണ്ടത് എത്രയാണ്? ബിലോ 1250 ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 1300 ആവും. അപ്പോൾ 1 2 3 4 5 6 എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ D is the answer.
We can move with the question number 48. If we study the vibration of a pipe open at both ends, then which of the following statement is not true? അപ്പോൾ നമുക്ക് റോങ് കൺസെപ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഓഡ് ഹാർമോണിക്സ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വിൽ ബി ജനറേറ്റഡ്. അപ്പം നമ്മൾ സാധാരണ ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പ് എടുക്കുമ്പോൾ എല്ലാ ഹാർമോണിക്സും പോസിബിളാണ് അവിടെ. അപ്പോൾ ഓടും പോസിബിളാണ്, ഓട് മാത്രമായിട്ടല്ല ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ട്രൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബി പറയുന്നത് ഓൾ ഹാർമോണിക്സ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വിൽ ബി ജനറേറ്റഡ്. all harmonics of the ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്പൺ എൻഡ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പം ഓപ്പൺ എൻഡ് വരുമ്പോൾ എല്ലാ ഹാർമോണിക്സും പോസിബിളാണ്. ദെൻ സി പറയുന്നു ദ പ്രഷർ ചേഞ്ച് വിൽ ബി മാക്സിമം അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഓപ്പൺ എൻഡ് രണ്ട് എൻഡിൽ വരുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം സ്വാഭാവികപരമായിട്ടും ആൻറ്റി നോഡായിരിക്കും അവിടെ വരിക. അപ്പോൾ പ്രഷർ ചേഞ്ച് മിനിമം ആയിരിക്കും, കാരണം നോഡിലായിരിക്കും നമുക്ക് പ്രഷർ ചേഞ്ച് മാക്സിമം ആയിട്ട് വരിക. സോ വി ക്യാൻ സേ ഫോർ 48 സി ആസ് ദി ആൻസർ. ആൻറ്റിനോഡ് വിൽ ബി അറ്റ് ഓപ്പൺ എൻഡ്, ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരു സാധാരണ കേസ് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പ്രഷർ ചേഞ്ച് മാക്സിമം വരുന്നത് നോഡിലായിരിക്കും, ബട്ട് അതൊരു കാരണവശാലും ഓപ്പൺ എൻഡിൽ സംഭവിക്കത്തില്ല. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. അപ്പോൾ നമ്മൾ 48 ക്വസ്റ്റ്യൻ വരെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 82 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. സോ ട്രൈ ടു ഡു ഈ സിമിലർ ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്, then only you can get maximum score. Take care. God bless you.